ഭുവനം, സ്വാത്വികം, ആഹാരം തുടങ്ങിയ അഭിനയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തികച്ചും ഒരു പുതിയ രീതിയിലാണ് ഈ കലാശില്പം ഞങ്ങൾ അണിയിച്ചൊരുക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഞങ്ങൾ ആരംഭിക്കുന്നു വ്യാസഹൃദയം. ശാസ്താംകോട്ട. നൃത്ത സംവിധാനം സിമിറ്റി, ഡയറക്ടർ നർത്തകി സ്കൂൾ ഓഫ് ഡാൻസ്. സഹസംവിധാനം കഥാതന്തു രാജേന്ദ്രൻ കൂരുവഴി. ഗാനരചന ശിവപ്രസാദ് മൈരാഗപ്പള്ളി. കവിതകൾ രശ്മി ദേവി, രാധൻ ശാസ്താംകോട്ട, രാജേന്ദ്രൻ കൂരുവഴി. സംഗീത സംവിധാനം മധു ശൂരനാട്. റെക്കോർഡിംഗ് അമ്മു സ്റ്റുഡിയോ, അടൂർ. രംഗമൊരുക്കുന്നത് ഹരികുമാർ, സുധികുമാർ. ഒരിക്കൽ കൂടി നിങ്ങളേവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നർത്തകി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്നു വ്യാസഹൃദയം. മോക്ഷങ്ങൾ കൂട്ടിച്ചേർത്തും വേർതിരിച്ചും കാണിക്കുന്ന ഭാരത സൂര്യൻ ലോകരുടെ ഇരുട്ടു നീക്കി ഈ പുരാണമാകുന്ന പൂർണ്ണേന്ദു, വേദമാകുന്ന നിലാവ് വീഴിച്ച് നരചിത്രമാകുന്ന ആമ്പൽപ്പൂക്കളെ വികസിപ്പിക്കുന്നു. ഇതിഹാസമാകുന്ന ഈ വിളക്ക് അജ്ഞാനമാകുന്ന മഹാതമസ്സും നീക്കി ലോകരുടെ ഹൃദയഭവനം എല്ലായിടത്തും വിശാലമാക്കുന്നു. ഈ മഹാഭാരതം സൽക്കവികൾക്ക് മേഘങ്ങൾ ജീവിക്കുന്ന പോലെ ജീവനദായകമായി തീരും, ആശ്രയമായി തീരും. ആ മഹാവൃക്ഷത്തിന്റെ അസാധ്യ വിശുദ്ധവും അനശ്വരവും സുരന്മാർക്ക് പോലും അച്ഛേദ്യവുമായി ശോഭിക്കുന്ന അനശ്വരമായ സത്യപുഷ്പ ഫലോദയത്തെ ഞങ്ങൾ പറയാം. ആ സൂതകത മഹാവൃക്ഷ സന്നിഭമായി ലോകസാഹിത്യത്തിൽ തണൽ വിരിച്ച് നിലകൊള്ളുന്നു. എല്ലാ പക്ഷികൾക്കും കൂടുവയ്ക്കുവാനും കൊത്തിയെടുക്കാനും അതിന്റെ മഹാവിസ്തൃതിയിൽ ഇടമുണ്ട്. അതാണ് വ്യാസഹൃദയം. മൃഗതൃഷ്ണകൾ ചേക്കേറുന്ന മസ്തിഷ്കങ്ങളിൽ വിഷബീജങ്ങൾ പാകി മാതൃരാജ്യത്തെ ചുടലക്കളമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന പുത്തൻ കയ്യോവസ്തുക്കളെ പോറ്റി വളർത്തുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരായി മാറുന്ന നീറോമാരുടെ സാന്നിധ്യത്തെ തകർക്കുവാൻ ഇനിയും നാം കാതോർത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും വന്നെത്താത്ത ഒരു പുലരിക്കായി വിലപിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. പ്രാപഞ്ചിക നൈരേന്ദ്രങ്ങൾ മുറുകിപ്പിടയുന്ന ഒരു പുത്തൻ പരമ്പരയുടെ ഉണർവിനായി നമുക്ക് കാത്തിരിക്കാം, നമുക്ക് കാതോർത്തിരിക്കാം. ഇവിടെ തുടങ്ങട്ടെ പോരുവഴി ചക്കുവള്ളി നർത്തകി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന വ്യാസഹൃദയം. വ്യാസഹൃദയം, വ്യാസഹൃദയം. ആയിരത്താണ്ടുകളുടെ ആത്മീയ ചൈതന്യം ആവാഹിച്ചെടുത്ത ശക്തി സ്വരൂപനായ പൊന്നപ്പൂപ്പൻ വാഴുന്നിടം. കൽവിളക്കും ചുറ്റമ്പലവും എന്ന ക്ഷേത്ര സങ്കല്പത്തെ അപ്പാടെ മാറ്റത്തിന്റെ കൽത്തറയിൽ ആവാഹിച്ച് അനുഗ്രഹീതമാക്കപ്പെട്ട മലയപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ ഊപ്പുകൈകളോടെ
മാതുരന്മാർ, സഹോദരങ്ങൾ, സഹോദരങ്ങൾ, ഭക്തന്മാർ എല്ലാവരും മരിച്ചു വീഴുന്നത് കാണുന്നില്ലേ കൃഷ്ണ? ഗോകുലനാഥ, യദുകുലനായക, ഈ മഹായുദ്ധം അവസാനിപ്പിക്കൂ. ഈ മഹായുദ്ധം അവസാനിപ്പിക്കൂ. ഈ മഹായുദ്ധം അവസാനിപ്പിക്കൂ.
പാർവതീസുത നമസ്തേ വാദരാ നമസ്തേ സമസ്ത ജ്ഞാനപ്രഭോ അഷ്ടാദശ സ്മൃതികാര നമസ്തേ വ്യാസ മഹാമുനേ നമസ്തേ കാവ്യകുല പിതാമഹ നമസ്തേ മഹാമനീഷി നമസ്തേ മഹാപ്രഭോ നമസ്തേ മഹാപ്രഭോ നമസ്തേ വിശ്വോത്തര ഗ്രന്ഥമായ മഹാഭാരതം 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 വേദവ്യാസൻ 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 മഹാഭാരതം എന്ന സർവവിജ്ഞാനകോശം വിരചിച്ചത് മഹാഗണപതിയെ കൊണ്ട് എടുത്താണി പോലും താഴെ വയ്ക്കാതെ എഴുതപ്പെട്ടത്. കഥകളിൽ നിന്നും കഥകളിലേക്കുള്ള തുടർച്ചകൾ, തിരിച്ചുവരവുകളുമായി വരുന്ന ഭാരത മാതൃക, കഥകളും ഉപാഖ്യാനങ്ങളും ധർമ്മോപദേശങ്ങളും പുരാവൃത്തങ്ങളും താത്വിക പ്രബന്ധങ്ങൾ. ആഖ്യാതാവായ വേദവ്യാസൻ കവിയും കഥാകാരനും കഥാപാത്രവും. പ്രണാമം മഹാനുഭാവ, പ്രണാമം വേദവ്യാസ മഹർഷി. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തക്കവണ്ണം തരുവാൻ എന്റെ കയ്യിൽ യാതൊന്നുമില്ല. പിന്നെ കുറെ ചിതറിച്ചിലമ്പിച്ച വാക്കുകളും കേട്ടു പഴകിയ കഥകളും മാത്രം. അതൊന്നും ഇവിടെ വിലപ്പോവില്ല, അതൊന്നും ഇവിടെ വിലപ്പോവില്ല, അതൊന്നും ഇവിടെ വിലപ്പോവില്ല. എന്തേ വിലപ്പോകാതിരിക്കും? അതാണ് ഞാൻ ഇവർക്ക് ആ കഥയൊന്ന് പറഞ്ഞു കൊടുത്തുകൊള്ളട്ടെ. ഞങ്ങൾ ആ കഥയൊന്ന് പറഞ്ഞു കൊടുത്തുകൊള്ളട്ടെ. പക്ഷേ സ്വീകരിക്കില്ല. ആര് ആര് ആര്? അവരിലെ ഞാൻ, അതെ, നിങ്ങളിൽ കുടികൊള്ളുന്ന ഞാൻ തന്നെ. സ്വാർത്ഥത എന്ന അപരനാം. വിരോധമില്ല. എങ്കിൽ പറഞ്ഞുകൊള്ളൂ. ഇത് കുരുക്ഷേത്ര ഭൂമി, ഭഗവാൻ കൃഷ്ണൻ ജനിച്ച ഭൂമി. ഞാൻ വിരചിച്ചതും ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം മഹാഗണപതിയാൽ എഴുതപ്പെട്ടതുമായ മഹാഭാരതം പിറവികൊണ്ട ഭൂമി. ഇതിന്റെ കാലപ്പഴക്കം 4 യുഗങ്ങളിൽ മൂന്നാമതായ ദ്വാപരയുഗ കാലഘട്ടം. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓ, മനസ്സിലായി. തുടർന്നുകൊള്ളു. ആട്ടെ, എന്തേ നിങ്ങൾ സംശയഭാവത്തിൽ വീക്ഷിക്കുന്നത്? ഇവരൊക്കെ ആരെന്നാവും അല്ലേ? ഇവരാണ് അഷ്ടദിക്പാലകർ. നിർത്താൻ. ബുദ്ധിയും എന്റെ സൂര്യനെ കവർന്നു ഞാൻ നിനക്കു ശത്രുവല്ല എന്ന് തോന്നും യാതമാ
പ്രണാമം. ഞാൻ ദുര്യോധനൻ. ഹസ്തിനപുരി മഹാരാജാവായ ധൃതരാഷ്ട്രയുടെ മൂത്തപുത്രനായ ദുര്യോധനൻ, മഹാഭാരത കഥയിലെ പ്രതിനായകൻ, അങ്ങയുടെ ഭാഷയിൽ മഹാകലഹിക്കുന്നവൻ, ക്രോധമൂർത്തി, മഹാഭയങ്ങളിൽ പോലും ഒരുങ്ങാത്തവൻ. അതേ ദുര്യോധന, മഹാഭാരത കഥയിൽ ഒരു പ്രതിനായകൻ വേണമായിരുന്നു. തീ പിടിച്ച മനുഷ്യരുടെ നാടകവേദിയാണ് മഹാഭാരതം. മഹർഷി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? കുട്ടിക്കാലത്ത് കൗരവരും പാണ്ഡവരും ഒത്തുചേർന്ന് കളിക്കുമ്പോൾ ഭീമന്റെ ഉപദ്രവങ്ങൾക്കെതിരെ എതിർത്തത്? അതോ ഇന്ദ്രപ്രസ്ഥം കാണാനെത്തിയ ഞങ്ങളെ പാഞ്ചാലി കളിയാക്കിയത്? പാണ്ഡവർ എന്തു ധർമ്മമാണ് ചെയ്തത്? സ്വന്തം ഭാര്യയെ ചൂതുകളിയിൽ പണയം വെച്ചത്? പാഞ്ചാലിയുടെ കളിയാക്കലിൽ നിന്ന് തല താഴ്ത്തി നാണം കെട്ട ഞങ്ങൾ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തത്? എങ്ങനെയാണ് മഹാഭാരതത്തിൽ നായകനാകേണ്ട ഞാൻ പ്രതിനായകനായത്? എന്നെ ആ മഹാപാപിയാക്കിയില്ലേ? അത് അനിവാര്യമായിരുന്നു ദുര്യോധനൻ. സൂര്യപുത്രനായ കർണനെ സൂതപുത്രൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരുടെ മുമ്പിൽ കർണനെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ? കർണനും അർജുനനും ദ്വന്ദ്വയുദ്ധത്തിനൊരുങ്ങിയപ്പോൾ രാജകുലത്തിൽപ്പെട്ടവരുമായ യുദ്ധം ചെയ്യാവൂവെന്ന് കൃപാചാര്യൻ പറഞ്ഞു. അത് കേട്ട് കർണൻ ലജ്ജിച്ചു തലതാഴ്ത്തിയപ്പോൾ ഞാൻ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്തുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിച്ചില്ലേ? കർണനെ ഒരു സഹോദരനായി, ഒരു സുഹൃത്തായി കൂടെ കൂട്ടിയില്ലേ? അങ്ങനെ സോമരസം ഉപയോഗിക്കുന്നവനും മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവനും ക്ഷുദ്രാചാരനുമാക്കി മാറ്റിയില്ലേ? ഞാൻ വേട്ടയാടപ്പെടും അന്നും ഇന്നും. ദുര്യോധന, വ്യാസഭാരതം ഒരു മാന്ത്രിക കണ്ണാടിയാണ്. അതിൽ നാം മനുഷ്യർക്ക് നമ്മുടെ ബാഹ്യരൂപവും ആന്തരരൂപവും കാണിച്ചു കൊടുക്കും. നമ്മുടെ തന്നെ ഇരുണ്ട വാസനകളും മതങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും സ്വപ്നങ്ങളും കാണും. വ്യക്തിയും രാഷ്ട്രവും അതിൽ പ്രതിഫലിക്കുന്നു. നീ എന്തിനു ഖേദിക്കണം? ഹേ മനുഷ്യ, പാണ്ഡവർ എന്റെ ആരായിരുന്നു? അവർ എന്റെ സഹോദരങ്ങളും. അതിനവർ എന്റെ പിതാവിന്റെ സഹോദരൻ പാണ്ഡുവിന്റെ പുത്രന്മാരല്ലോ. കുന്തിയിലും മാദ്രിയിലും പലർക്കും ഉണ്ടായവരല്ലേ. പിന്നെ 5 ദേശങ്ങളോ 5 വീടുകളോ കുന്തി പുത്രന്മാർക്ക് എന്തിനു കൊടുക്കണം? അവിടെയും അങ്ങനെ അധമനായി ചിത്രീകരിച്ചു. എന്തിനു വേണ്ടി? ജീവിതാസക്തിയും ദുരന്തവും ഒരേ സമയം പ്രതിബിംബിക്കുന്ന കണ്ണാടിയാണ് ദുര്യോധന മഹാഭാരതം. പെരുങ്കാട് ജീവിതമാണെന്നും വ്യാളങ്ങൾ വ്യാധികളാണെന്നും ഘോരനാരീവർണ്ണവും രൂപവും നശിപ്പിക്കുന്ന ജലകളാണെന്നും കിണർ ശരീരമാണെന്നും സർവം കാലനാണെന്നും തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ ജീവിത ആശയാണെന്നും വൃക്ഷത്തെ കരളുന്ന എലികൾ രാപ്പകലും മതയാന 6 ഋതുക്കളും 12 മാസങ്ങളുമുള്ള വർഷമാണെന്നും തേൻകൂട്ടിലെ കടന്തൽ കാമങ്ങളാണെന്നും തേൻ കാമരസമാണെന്നും വിതുരർ വ്യാഖ്യാനിച്ചില്ലേ? അതാണ് വ്യാസഹൃദയം. മകനെ ദുര്യോധന, നമ്മൾ ഒന്നിനും അതീതരല്ല. നീ പ്രതിനായക സ്ഥാനത്ത് വന്നെങ്കിലും അജയ്യനാണ്. ഇനിയുള്ള കാലം ധർമ്മത്തെ കാത്തുരക്ഷിച്ചുകൊണ്ട് പ്രകൃതി സൗന്ദര്യം ഒഴുകിയുണരുന്ന ഈ മലമുകളിൽ ലോകർക്ക് ആശ്രയമായും ഈശ്വരനായും ശിവസാന്നിധ്യത്തോടു കൂടി പ്രജാപതിയായി കുടികൊള്ളുക. നിന്നെ വണങ്ങുന്നവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നന്മയും ഉണ്ടാകട്ടെ. വിജയോ ഭവന്തു. കൗരവനാണു ഞാൻ ധൃതരാഷ്ട്രപുത്രൻ, അന്ധനാമച്ഛന്റെ രാജ്യം ഭരിച്ചവൻ, ഭാരതപുത്രൻ, ഗാന്ധാരീപുത്രൻ, കൗരവജേഷ്ഠൻ. ഞാനെന്തു ചെയ്തു മഹാമുനേ? കൃഷ്ണദ്വൈപായന
രാജാവിന്റെ ശൂരസേനന്റെ മകൾ കുന്തി. കുന്തി ഭോജൻ വളർത്തിയത് കൊണ്ട് കുന്തി എന്ന പേര് കിട്ടി. പൃഥ എന്ന യഥാർത്ഥ നാമം. പാണ്ഡു മഹാരാജാവിന്റെ സഹധർമ്മിണി. മാംഗല്യത്തിനു മുൻപ് അമ്മയാകേണ്ടി വന്ന ഹതഭാഗ്യം. ദിവ്യഗർഭം ഒഴിഞ്ഞതിനു ശേഷം മുലപ്പാല് പോലും കൊടുക്കാതെ പുത്രനെ ആറ്റിലേക്കൊഴുക്കി വിട്ട അധമം. പാണ്ഡുവിന്റെ പത്നിയായിട്ടും പലരുടെയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവർ, അങ്ങ് എന്തിനെന്നെ സൃഷ്ടിച്ചു? പാണ്ഡുവിന് കിട്ടിയ ശാപം കാരണം പുത്രന്മാരുണ്ടാകില്ല എന്നറിഞ്ഞാണല്ലോ മകളെ ദുർവാസാവ് മുനി നിനക്ക് മന്ത്രങ്ങൾ ഉപദേശിച്ചത്. അതിൻ പ്രകാരം നീ ദേവന്മാരെ ജപിച്ചു. അവർ നിനക്കും മാദ്രിക്കും പുത്രന്മാരെ തന്നു. അത് വിധി നിയോഗം. എന്റെ പുത്രന്മാർ പല അധർമ്മങ്ങളും പ്രവർത്തിച്ചില്ലേ? ചൂതി കളിക്കാരും സ്ത്രീലമ്പടന്മാരും ആയിരുന്നില്ലേ? മാതാവ് പറഞ്ഞത് കാരണം ദ്രൗപദി എന്ന കന്യകയെ 5 പേരും ഭാര്യയാക്കിയില്ലേ? ഈ അധർമ്മം അങ്ങയുടെ സൃഷ്ടിയല്ലേ മഹാമുനി? അങ്ങ് എന്റെ പുത്രന്മാരെ ധർമ്മികളാക്കിയത് എന്തിന്? കാലാകാലങ്ങളിൽ ധർമ്മവും അധർമ്മവും, ശരിയും തെറ്റും, സത്തയും അസത്തയും ഉടലെടുക്കും. ന്യായാധിപന്മാർ, അഭിഭാഷകർ യഥാർത്ഥ ധർമ്മം നോക്കുന്നില്ല. തെളിവുകളാണ് വേണ്ടത് കുന്തി. ധർമ്മ അധർമ്മങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കയർ മാത്രം. വിലപിക്കാതിരിക്കൂ മകളെ കുന്തി. എന്റെ കണ്ണീരിന്റെ കരമഴയിൽ എത്ര ദിഗന്ധങ്ങൾ വെന്തരിഞ്ഞ കുലധർമ്മവൈരങ്ങൾ കരിവണ്ടായി കുത്തിത്തുളച്ചതൻ ഹൃദയപുഷ്പം ആട്ടിലൊരു തീരക്കൂരത പോലുമേ
ദേവിക്ക് വിവാഹത്തിന് മുമ്പ് സൂര്യദേവനിൽ നിന്നുണ്ടായ പുത്രൻ. ഞാനിങ്ങനെ സൂതപുത്രനായി. അധിരഥനും രാധയും വളർത്തിയതുകൊണ്ട് പരശുരാമനാൽ ആയുധവിദ്യ അഭ്യസിച്ച ഞാൻ അർജുനേക്കാൾ കേവലായിരുന്നു. കർണ, നിനക്ക് മഹാഭാരതത്തിൽ നിന്റേതായ ഒരു സ്ഥാനം തന്നില്ലേ? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്റെ രഥചക്രം ഊഴിയിൽ ചവിട്ടിത്താഴ്ത്തിയില്ലേ കൃഷ്ണൻ? രഥചക്രം ഉയർത്തുമ്പോൾ യുദ്ധനീതി പോലും നോക്കാതെ സൂര്യതേജസ്സാർന്ന ആഞ്ജലിയും ഗന്ധീവത്തെ തൊടുത്തുവിട്ട് അർജുനൻ എന്റെ ശിരസർത്തില്ലേ? എന്റെ മാതാവിനെ ഒരു അഭിസാരികയായി അങ്ങ് ചിത്രീകരിച്ചില്ലേ? അത് നീതിയായിരുന്നു മഹർഷേ. കർണ, അത് സംഭവിക്കേണ്ടതായിരുന്നു. അത് നിന്റെ വിധി. എല്ലാം വിധിയിൽ ഒതുങ്ങുമോ വ്യാസമഹർഷി? എല്ലാവരുടെയും മുമ്പിൽ ഈ കർണൻ അപമാനിക്കപ്പെടുമ്പോ എന്റെ ദീനരോധനം ആരും അറിഞ്ഞില്ല. ഈ കർണന്റെ വിലാപം ആരും കേട്ടില്ല. എന്ത് വിധി വൈപരീത്യം മഹർഷി! അതും വിധി. കാലം ഒന്നിനും അതീതമല്ല. അതിരഥന്റെയും രാധയുടെയും പുത്രനായി ഞാൻ മാറുന്നതിൽ എനിക്ക് ഖേദമില്ല. വീട്ടുകൂടം അവരെന്നെ സ്നേഹിച്ചു. ഒരു മനുഷ്യനായി നല്ലൊരു യോദ്ധാവാക്കി വളർത്തി വലുതാക്കി. അവിടെ നിന്നെങ്കിലും ജനിപ്പിച്ച മാതാവിനെ അമ്മയെ ഒന്ന് വിളിക്കുവാൻ അവകാശമില്ലാത്ത എന്റെ മനോദുഃഖം, മാനസികത അങ്ങേക്കറിയില്ല. എല്ലാം നെഞ്ചിലൊതുക്കി ഈ കർണൻ കരയുകയായിരുന്നു. അത് നിഷേധിച്ചത് അങ്ങല്ലേ? ആരെയും കാണാതെ മാറിയിരുന്ന് കരയുന്ന എന്നെ സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും അംഗരാജാവായി അഭിഷേകം ചെയ്തതും ദുര്യോധനല്ലേ? ഒന്നിനും ഈ കർണന് ദുഃഖമില്ല. മനുഷ്യജന്മം ആണല്ലോ മഹർഷി. മനുഷ്യജന്മം പ്രകാശഭൂമി തേടും അനന്തതീർത്ഥാടനം. സർവസത്യാഗത്തിനായല്ലോ ഇന്നു സാഫല്യം തേടുവതേ ജന്മം. മിഥ്യയിൽ നിന്നും രഥയിലേക്കുള്ള മിത്തുകൾ തേടുവതേ കർമ്മം. മിത്തുകൾ തേടുവതേ കർമ്മം. എന്റെ ഭർത്താവ് ഭക്തനാണെന്നറിഞ്ഞ് എന്നെയും അങ്ങ് ഇരുട്ടിലാക്കിയില്ലേ? എന്റെ പുത്രന്മാരെ അങ്ങ് അധർമ്മികളാക്കിയില്ലേ? ഭാരത യുദ്ധത്തിന്റെ കാരണഭൂതനാണെന്ന് വിശേഷിപ്പിച്ച് ഭഗവാൻ കൃഷ്ണനെ ഞാൻ ശപിച്ചില്ലേ? അതും വിധി. കാലം ഒന്നിനും അതീതമല്ല. കരുണയില്ല
എന്നെ അങ്ങ് ഉറക്കിയില്ലേ? നീയും എന്നെ വിചാരണ ചെയ്യുന്നു. ഞാൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണരൂപം, യാദവ കുലനാഥൻ. എന്റെ ആഗമനോദ്ദേശം എന്തായിരുന്നു മഹർഷി? കംസവധമോ അതോ ധർമ്മ അധർമ്മങ്ങളെ വിശകലനം ചെയ്യുകയോ അതോ കുരുക്ഷേത്ര യുദ്ധത്തിന് കളമൊരുക്കുകയോ? കൃഷ്ണ, മുകുന്ദ, മുരാരേ, നയതന്ത്രവും രാഷ്ട്രതന്ത്രവും യുദ്ധതന്ത്രവുമായ മഹാഭാരത യുദ്ധത്തിലെ പാണ്ഡവരെ പിന്നിൽ നിന്നും നയിച്ചത് ധർമ്മമായിരുന്നു മഹർഷി. എന്റെ വിജയമായിരുന്നു കുരുക്ഷേത്ര യുദ്ധമെന്ന് അങ്ങ് സ്ഥാപിച്ചില്ലേ? ഗാന്ധാരി ശാപത്താൽ ജയ എന്ന വേടന്റെ അമ്പേറ്റ് ഞാൻ മരിച്ചില്ലേ? കൃഷ്ണ, കലിയുഗത്തിൽ നീ വീണ്ടും അവതരിച്ചില്ലേ? ഞാനും ഒരു സ്വാർത്ഥൻ. പാണ്ഡവർക്ക് വേണ്ടി അധർമ്മം പ്രവർത്തിച്ചത്, ധാരാളം കന്യകമാരെ ഭാര്യയാക്കിയത്, സ്നേഹിച്ച പെണ്ണിനെ തിരിഞ്ഞു നോക്കാത്തത് ഈ ഞാനോ ദൈവം? പറയൂ വ്യാസ മഹർഷി.